ഹലോ മക്കളെ, മാഗ്നറ്റിസം ആൻഡ് മാറ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോണത് വർക്കിനെ പറ്റിയാണ്. ഈ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് എ ഡൈപോൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. നോക്ക്, ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് എന്താണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന്, അല്ലേ? ഇത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാനാണെങ്കിൽ ഒരു ഡൈപോളിനെ കൊണ്ടുവെക്കാൻ പോവുകയാണ്. എന്ത് ഡൈപോളാണ്? മാഗ്നറ്റിക് ഡൈപോളിനെ കൊണ്ടുവെക്കാൻ പോവാണ്. സോ ഇത് മാഗ്നറ്റിക് ഡൈപോളാടാ. നോർത്ത് സൗത്ത് ഞാൻ θ1 എന്ന ആംഗിൾ കൊണ്ടുവെക്കുകയാണ്. ഇനിയാണെങ്കിൽ ഞാൻ ഈ ഡൈപോളിനെ ആണെങ്കിൽ തിരിക്കാൻ പോവുകയാണ്. ഉണ്ടോ? ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനെതിരെ എന്ത് ചെയ്യാൻ പോവുകയാണ്? തിരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിക്കാം. ഉണ്ടോ? അപ്പം മാഗ്നറ്റിക് ഫീൽഡിനെതിരെ തിരിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഉറപ്പായിട്ട് ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. ശരിയാണോ? അപ്പം ഞാൻ തിരിക്കുമ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. സോ ഞാൻ ചെയ്യേണ്ട വർക്ക് എത്രയാണ്? അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ എഗൻസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ശേഖരിക്കും, അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിന് എഗൻസ്റ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. സോ ആ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എത്രയാണ്? സോ ഇവിടെ വർക്ക് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ θ1 തിരിച്ച് ഇങ്ങോട്ടാക്കാൻ പോവുകയാണ്. θ1 നിന്നും θ2 ഞാൻ ആരെ തിരിക്കാൻ പോവുകയാണ്? ആ ഒരു ബാർ മാഗ്നറ്റിനെ, ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ തിരിക്കാൻ പോവുകയാണ്. കാര്യം മനസ്സിലായോ? സോ നമുക്ക് വർക്കിന്റെ വാല്യൂണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് സാധാരണഗതിയിൽ. പക്ഷേ ഇവിടെ റൊട്ടേഷണൽ മോഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ പറയും വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സിന് പകരം പറയണം ടോർക്ക്, ഡിസ്പ്ലേസ്മെന്റ് പകരം പറയണം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഇവിടെയാണെങ്കിൽ ഞാൻ പറയുകയാണ് ചെറിയ വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ചെറിയ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. സോ വലിയ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടുന്ന് എങ്ങോട്ടാണ്? θ1 തൊട്ട് θ2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ടോ ഇൻറ്റു ഡി തീറ്റ. നമുക്ക് ടോർക്കിന്റെ വാല്യൂ ഓൾറെഡി അറിയാം. പറഞ്ഞ മക്കളെ, ടോർക്കിന്റെ വാല്യൂ എന്താടാ? നിങ്ങൾ പറയും ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു mb sin θ ആണെന്ന് പറയും. പറയത്തില്ലേ? ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു mb sin θ ആണ്. സോ അങ്ങനെയെങ്കിൽ വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ θ1 ടു θ2. ഇനി ആരുണ്ട്? ടോർക്കിന് പകരം mb sin θ. ഇനി ആരുണ്ട്? ഡി തീറ്റ ഉണ്ട്. നമുക്ക് കോൺസ്റ്റൻസിനെ പുറത്തുകൊണ്ട് വരാം, mb യെ പുറത്തുകൊണ്ട് വരാം. സോ mb ഇൻ്റഗ്രൽ θ1 ടു θ2 sin θ ഡി തീറ്റ. മക്കളെ, എന്താണ് ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ? നിങ്ങൾ പറയും സാർ മൈനസ് കോസ് തീറ്റയാണ്. സോ അങ്ങനെയെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് mb എന്ന് വരും. സൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് കിട്ടുമടാ, കോസ് തീറ്റ. ഇനി ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് mb. ഇനി ആര് കൊണ്ടുവേണം? ആ θ1 അപ്പർ ലിമിറ്റ് കൊടുക്കണം. കോസ് കോസ് θ2 മൈനസ് കോസ് θ1. ഈ മൈനസ് അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടും വർക്ക് അഥവാ പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? mb നമ്മൾ അതുപോലെ എഴുതി, കോസ് അതുപോലെ എഴുതി, ഇൻറ്റു ഇനി ആരുണ്ട്? θ1 മൈനസ് കോസ്, അടുത്ത ആരാണ്? θ2. സോ ഇതാണ് ആരുടെ വാല്യൂ എന്ന് പറയുന്നത്? ആ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ വർക്കിന്റെ വാല്യൂ. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെയും പറയാം, ഇതിന് സിമ്പിളായിട്ട് ഇങ്ങനെയും പറയാം. പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എൻ്റെ വെക്ടർ ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് എം ഡോട്ട് ബി എന്ന് പറയും. കോസ് തീറ്റ അല്ലേ? സോ മൈനസ് സൈൻ കിടക്കുന്നുണ്ട്, ഇവിടെ മൈനസ് സൈൻ കിടക്കുന്നുണ്ട്, എം ബി, പിന്നെ ആരുണ്ട്? കോസ് ആംഗിൾ കിടപ്പുണ്ട്. സോ എം ബി കോസ് തീറ്റയ്ക്ക് പകരം എന്ത് പറയാം? നമുക്ക് എം ഡോട്ട് ബി എന്ന് വിളിച്ചോട്ടെ, എം ഡോട്ട് ബി എന്ന് വിളിക്കാം, അല്ലേ? സോ എം ബി കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് എം ഡോട്ട് ബി എന്ന് വിളിക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണോ ഡൈപോളിന്റെ, ഇലക്ട്രിക് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചത്, അതുപോലെ തന്നെ നമുക്ക് ആരുടെയും പൊട്ടൻഷ്യൽ എനർജി പഠിക്കാൻ കഴിയും. നമ്മുടെ മാഗ്നറ്റിക് ഡൈപോളിനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ θ1 മുതൽ θ2 വരെ തിരിക്കുവാൻ ആവശ്യമായ വർക്ക് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ മക്കളെ, സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ കോൺസെപ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.